വെച്ചുകൂടി ഇവിടെ നമ്മൾ സാധാരണ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അമൂർത്തമായി നിൽക്കുന്ന ഒരു സങ്കല്പം എന്നൊക്കെയാണ്. അപ്പോൾ അതൊരു പുസ്തക രൂപത്തിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ പ്രചരണ കാലയളവിൽ ഒരു ചുവന്ന പറഞ്ഞിട്ടുള്ള പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തുന്നു. അത് ലക്നോ ആസ്ഥാനമായ ഒരു കമ്പനി തുറക്കിയതാണ്. അതിനുശേഷം വലിയ ചിലവാണ്. 10,000-16,000 കോപ്പി അതിന് ചിലവായി. ഇപ്പോൾ അത് ആ ചുവന്ന പുറഞ്ഞിട്ടുള്ള ബൈബിൾ പേപ്പറിൽ അച്ചടിച്ച് ആ ബുക്ക് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് ഭരണഘടന വീണ്ടും വന്ന് നിൽക്കുകയാണോ? അതിന്റെ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? ഇന്നിപ്പോൾ നരേന്ദ്രമോദി എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്രസംഗത്തിൽ അതിന്റെ ഒരു അങ്കലാപ്പ് കാണാനുണ്ടായിരുന്നു. ശ്രീ ഇന്ന് ശരിക്കും ലോക്സഭയിൽ BJP ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത് ബിസിനസ് ആസ് യൂഷ്വൽ എന്ന രീതിയിൽ മുമ്പത്തേതുപോലെ തന്നെ തുടരുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ആദ്യ ദിവസം തന്നെ പാളിപ്പോയി. കാരണം കഴിഞ്ഞ 2 ടൈമിലെ പോലെയല്ല, ആ മൃഗീയ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാന വസ്തുത. അപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ BJP ശ്രമിച്ചാലും പുതിയ സ്പീക്കർ ഇനി വരാനിരിക്കുന്നു. ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോകുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഇനിയിപ്പോൾ അത് തടയാനുള്ള നിർവാഹം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയും ഇന്നത്തെ ഒരു ആദ്യ ദിവസമാണല്ലോ, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ ദർശിക്കാൻ പറ്റും. പ്രത്യേകിച്ച് 2019 ഒരു സാഹചര്യമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് തന്നെ നമുക്കതിനുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പ്രസിഡന്റിൻ്റെ അഡ്രസ്സുണ്ട്, അതിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കും അതിന് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഒന്നാമത് ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു ഉറപ്പില്ല, അദ്ദേഹമായിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ ഒരു ഔദ്യോഗികമായിട്ട് ഇപ്പോഴും പറയുന്നില്ല. അത് ഇവിടെ ശ്രീ ലിജു ഉണ്ട്, അദ്ദേഹത്തിന് പോലും ആ കാര്യം അറിയാം. അതിലെന്തോ തീരുമാനമായി, അത് രാഹുലാണ് അന്തിമമായി അദ്ദേഹത്തിന് തീരുമാനം അറിയിക്കേണ്ടത്. അങ്ങനെ തന്നെയാണല്ലോ.